ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ചോരപ്പുഴ ഒഴുക്കാൻ പദ്ധതിയിട്ടവർ വലയിലായിരിക്കുന്നു. രാജ്യത്തെ നടുക്കാൻ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് മെനഞ്ഞ വൻ ഭീകര ഗൂഢാലോചനയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് തകർത്തിരിക്കുന്നത്. നമ്മുടെ സുരക്ഷാ ഏജൻസികൾ നൽകിയ അതീവ ജാഗ്രതാ നിർദ്ദേശം വെറുതെ ആയില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ അറസ്റ്റ് വാർത്തകൾ, വ്യാപകമായ അറസ്റ്റ് വാർത്തകൾ. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ 8 പേരെയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയത്. ഇതിൽ 6 പേർ പിടിയിലായത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റുകളിൽ നിന്നാണ്. സാധാരണ തൊഴിലാളികൾ എന്ന വ്യാജേന ഒളിച്ചു താമസിച്ച ഇവർക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ. മിസാനുർ റഹ്മാൻ, മുഹമ്മദ് ഷാബാദ് എന്നിവരടങ്ങുന്ന ഈ സംഘം വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് ഇന്ത്യക്കാരായി ചമഞ്ഞാണ് തമിഴ്നാട്ടിൽ കഴിഞ്ഞിരുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെ തിരക്കേറിയ ചാന്ദിനി ചൗക്ക് ക്ഷേത്രവും ചെങ്കോട്ട പരിസരവും ലക്ഷ്യമിട്ട് IED സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ നീക്കം. ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കാശ്മീർ സ്വദേശിയാണ് ഈ 8 പേരെയും നിയന്ത്രിച്ചിരുന്നത് എന്ന അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത 8 മൊബൈൽ ഫോണുകളും 16 സിം കാർഡുകളും പരിശോധിച്ചതിൽ നിന്ന് വൻ അട്ടിമറി പദ്ധതികളുടെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഡൽഹി മെട്രോ ശൃംഖലയിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ഫ്രീ കാശ്മീർ പോസ്റ്ററുകളാണ് ഈ ഒരു ഭീകര ശൃംഖലയെ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത്. പോസ്റ്ററുകളുടെ ഉറവിടം തേടിയുള്ള സ്പെഷ്യൽ സെല്ലിന്റെ ശാസ്ത്രീയമായ അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് തമിഴ്നാട്ടിലെ ഈ രഹസ്യ താവളത്തിലേക്കായിരുന്നു. മുൻപ് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടേഴ്സ് മൊഡ്യൂൾ, അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന് പറയുന്നതിന് അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ സംഘവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒത്തുചേർന്നത്. രാജ്യത്തെ നടുക്കുമായിരുന്ന ഒരു വൻ ദുരന്തമാണ് സുരക്ഷാ സേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭീകര ശൃംഖലയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കൂടുതൽ കണ്ണികളെക്കുറിച്ചുമുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. നിങ്ങളുടെ പരിസരങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളം.